നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തില് ഇന്ന് അവസാന മണിക്കൂറിൽ നിർണായക സന്ദേശം SITയുടെ ഭാഗത്തു നിന്നും ലഭിക്കുകയാണ്. പത്തനംതിട്ടയിൽ തന്നെ ഉണ്ടായിരിക്കണം, അങ്ങനെ ഒരു മരണമണി അടിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അങ്ങനെ ഒരു വാക്ക്, അങ്ങനെ ഒരു ആവശ്യം ഇപ്പോഴത്തെ SIT നൽകിയിരിക്കുന്നു. പത്തനംതിട്ടയിൽ ഉണ്ടാകണമെന്നും ജില്ല വിട്ടു പോകരുതെന്നും ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം. ആ നിർദ്ദേശം രാഹുൽ അപ്പാടെ തന്നെ സ്വീകരിക്കും. കാരണം അദ്ദേഹം പറഞ്ഞത് താൻ ചോദ്യം ചെയ്യൽ പോകാൻ തയ്യാറാണ്, പക്ഷെ എനിക്ക് ഇതുവരെയും നോട്ടീസ് ലഭിച്ചിരുന്നില്ല, അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പുകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല അറസ്റ്റ് ഇന്ന് ഉണ്ടായേക്കുമോ എന്നൊരു സംശയവും കൂടി ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് പത്തനംതിട്ടയിലെ ആലുവയിലെ വീട്ടിലാണ്. ഈ വീട് മുഴുവനായും പോലീസ് റഡാറിലാണ്. പോലീസ് സംഘം നിരീക്ഷിച്ചു വരികയാണ്. കാരണം അദ്ദേഹം ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നൊരു വാർത്ത ലഭിച്ചിരുന്നു. അദ്ദേഹത്തെ തിരുവനന്തപുരത്തുള്ള അഭിഭാഷകനെ കാണാൻ വരുമെന്ന വാർത്ത അറിഞ്ഞിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയും കൂടി വരുന്നത്. SITയുടെ പ്രത്യേക അന്വേഷണമാണ് പത്തനംതിട്ടയിൽ നിന്ന് പോകരുത് എന്നുള്ളത്. അല്പസമയത്തിനകം ഹൈക്കോടതിയിൽ അദ്ദേഹം സമർപ്പിച്ച ഈ സെഷൻസ് കോടതി വിധിക്കെതിരെയുള്ള അദ്ദേഹം സമർപ്പിച്ച ഹർജിയിന്മേലുള്ള കൂടുതൽ വാദം, ഒന്നാം ബലാത്സംഗ കേസിൽ കൂടുതൽ വാദം ഇന്ന് ഹൈക്കോടതി കേൾക്കും. ഹൈക്കോടതിയുടെ നിർണായക വിധിയും അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന് വ്യക്തമാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് SITയുടെ സ്പെഷ്യൽ പെർമിഷൻ വന്നിരിക്കുന്നത്. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഈ അറിയിപ്പ് അപ്പാടെ തന്നെ കേൾക്കണം. ഇനി ഇത് അദ്ദേഹത്തെ വളഞ്ഞിട്ട് പൂട്ടാനുള്ള, അതായത് ഇന്ന് വരെ മാത്രമേ അറസ്റ്റ് നിലനിൽക്കൂ എന്നുള്ളതാണ്. ഇനി അറസ്റ്റിന്മേൽ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ എന്തായിരിക്കും തീരുമാനം എന്നറിയില്ല. ആ തീരുമാനത്തിന് ശേഷം ഒരുപക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ അറസ്റ്റ് ഭയക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് കൂടിയാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ബലാത്സംഗ കേസുകളിൽ ഹൈക്കോടതി തീരുമാനത്തിന് ശേഷമായിരിക്കും രാഹുലിന്റെ ചോദ്യം ചെയ്യൽ തീരുമാനം എടുക്കുക. ചോദ്യം ചെയ്യാൻ ഇന്ന് ഹാജരാകണമെന്നായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശം. എന്നാൽ സെഷൻസ് കോടതി ഉത്തരവ് പോലീസ് ചോദ്യം ചെയ്ത സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യൽ മാറ്റിവെച്ചത്. ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കഴിഞ്ഞ 11-നാണ് പാലക്കാട് എത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ രാഹുൽ പിറ്റേന്നാണ് പത്തനംതിട്ടയിലെ വീട്ടിൽ എത്തിയത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2 ബലാത്സംഗ കേസുകളിലും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സെഷൻസ് കോടതി നടപടിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ഹർജിയാണ് ഇതിലൊന്ന്. ഈ കേസിൽ രാഹുലിനെ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന് ജസ്റ്റിസ് K ബാബു കഴിഞ്ഞയാഴ്ച നിർദ്ദേശിച്ചിരുന്നു. ഈ കേസിൽ വിശദമായ വാദമാണ് ഇന്ന് നടക്കുന്നത്. ബാംഗ്ലൂരിൽ താമസിക്കുന്ന മലയാളി യുവതിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത 2ാമത്തെ കേസിൽ രാഹുലിന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. ഇതിനെതിരെ സർക്കാർ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് C ജയചന്ദ്രന്റെ ബെഞ്ച് പരിഗണിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച കേസിൽ പ്രതികളായ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയും സന്ദീപ് വാര്യർ, രജിത പുളിക്കൽ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. പോലീസ് കോടതിയിൽ റിപ്പോർട്ട് ഹാജരാക്കാത്തത് കാരണം കഴിഞ്ഞ 2 തവണയും ജാമ്യാപേക്ഷയിൽ വാദം പറയുന്നത് മാറ്റിവെച്ചിരുന്നു. നിലവിൽ കേസിലെ 1-ാം പ്രതിയായ രാഹുൽ ഈശ്വർ റിമാൻഡിലാണ് കഴിയുന്നത്. എന്തായാലും ഇതിലും ഒരു തീരുമാനം ഇന്നുണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യത്തിലും രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകും. ഇന്ന് 2 രാഹുൽമാർക്കും നിർണായകമാണ്. എന്തായാലും കോടതിയിൽ എന്തായിരിക്കും നടക്കുക എന്ന് അല്പസമയത്തിന് ശേഷം അപ്ഡേഷൻ ഉണ്ടാകും.